നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. സർ, ഇന്നലെ ഇന്ത്യ പാകിസ്ഥാൻ ഏഷ്യ കപ്പിൻ്റെ ഫൈനൽ ആയിരുന്നു. കളിക്കളത്തിന് അകത്തു മാത്രമല്ല, കളത്തിന് പുറത്തും വലിയ നാടകീയ രംഗങ്ങളാണ് ഇന്നലെ നടന്നത്. വളരെ രസകരമായിട്ടുള്ള രംഗങ്ങൾ, ഒരുപക്ഷെ ഇന്ത്യ മുഴുവനും സന്തോഷിക്കുന്ന രംഗങ്ങൾ എന്ന് ഒരു ഭാഗത്തു നിന്ന് പറയാം. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റും ക്രിക്കറ്റ് ബോർഡ് ചെയർമാനും ഒക്കെയായ മൊഹ്സിൻ നഖ്വി പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി കൂടിയാണ്. അദ്ദേഹത്തിൽ നിന്നുള്ള ഏഷ്യ കപ്പിൻ്റെ ഒരു കിരീടം പോലും ഏറ്റുവാങ്ങാതെ മടങ്ങിയ ഇന്ത്യൻ ടീം, നിരവധി നാടകീയ രംഗങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. എനിക്ക് ചോദിക്കാനുള്ള ഇതേ ഉള്ളൂ, കളിയിലും യുദ്ധം വേണോ, കളിയിലും ശത്രുത വേണോ? യുദ്ധത്തിൽ കളികൾ നടക്കുന്ന കാലമാണിത്. അപ്പോൾ പിന്നെ കളിയിലും യുദ്ധമാവാം എന്ന ഒരു സാമാന്യ യുക്തി തള്ളിക്കളയാവുന്നതല്ല. യഥാർത്ഥത്തിൽ പല യുദ്ധങ്ങളും കള്ളക്കളിയാണ് എന്ന് ആരോപിക്കുന്ന ഒരു സമയമാണിത്. പ്രത്യേകിച്ചും അമേരിക്ക ഇറാനെതിരെ നടത്തിയ, പ്രത്യേകിച്ച് ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസിനെതിരെ നടത്തിയത് ഒരു മോക്ക് യുദ്ധമാണ് എന്ന് പറയുന്നവരുണ്ട്. ഇറാൻ ഖത്തറിലെ അമേരിക്കൻ താവളങ്ങൾക്കെതിരെ നടത്തിയ യുദ്ധം മോക്ക് യുദ്ധമെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ്, ഒത്തുകളി യുദ്ധങ്ങൾ നടക്കുന്ന കാലത്ത് ഇവിടെ കളിക്കളത്തിലെ പോരാട്ടത്തെ യഥാർത്ഥ യുദ്ധമായി രണ്ട് രാജ്യങ്ങളും എടുത്തു എന്നതാണ് വാസ്തവം. അങ്ങനെയെങ്കിൽ ജെന്റിൽമാൻസ് ഗെയിം എന്ന ക്രിക്കറ്റിൻ്റെ പ്രതിച്ഛായയ്ക്ക് എന്ത് സംഭവിക്കും? അത് മറ്റൊരു ചോദ്യം, നൈതികമായ ചോദ്യം. എല്ലാം ഹരിച്ചു കുടിച്ചു വരുമ്പോൾ നിലപാടുകൾ എടുക്കണമല്ലോ. പാകിസ്ഥാൻ്റെ ആഭ്യന്തരമന്ത്രി, PCB പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിൻ്റെ ചെയർമാൻ, അതേപോലെ തന്നെ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ACCയുടെ നിലവിലെ അധ്യക്ഷൻ, ചെയർമാൻ അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് മിസ്റ്റർ നഖ്വി അല്ലേ, മൊഹ്സിൻ നഖ്വി, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ജേതാക്കൾ കപ്പ് സ്വീകരിക്കേണ്ടത്. ജേതാക്കളായത് ഭാരതമാണ്. അഭിമാനകരമായ പോരാട്ടം, വലിയ വിജയം. തീർച്ചയായും ട്രെൻഡുകൾ മാറി മറിഞ്ഞ മത്സരത്തിൽ അവസാനം ഇന്ത്യ വിജയ തിലകമണിയുന്നു. അവിടെ കപ്പ് സ്വീകരിക്കേണ്ടി വരുന്നത് ആരിൽ നിന്നെന്ന് മുൻകൂട്ടി അറിയാമായിരുന്നു. അപ്പോൾ ഇതൊരു കളക്റ്റീവ് ഡിസിഷനാണ്. ഇന്ത്യയുടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് വ്യക്തമായിട്ട് പറഞ്ഞു, ഇതെൻ്റെ തീരുമാനമല്ല, ഇത് പൊളിറ്റിക്കൽ ഡിസിഷൻ എൻ്റെ മേൽ അടിച്ചേൽപ്പിച്ചതല്ല, മറിച്ച് ടീം കൂട്ടായി എടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തിൻ്റെ യുക്തിയും അദ്ദേഹം പറഞ്ഞു. ഭാരതം ഇന്ന് വലിയ രീതിയിൽ വിദേശത്ത് നിന്ന് നുഴഞ്ഞുകയറ്റങ്ങൾ, ആക്രമണങ്ങൾ നേരിടുന്നു. ഭാരത പൗരന്മാർക്ക് വലിയ രീതിയിലുള്ള സുരക്ഷാ ഭീഷണി ഉണ്ടാകുന്നു. അതിർത്തി കടന്നു വരുന്ന ഭീകരതയുടെ പ്രഭവ കേന്ദ്രം പാകിസ്ഥാനാണ്. അങ്ങനെയാണ് പഹൽഗാം ആക്രമണം സംഭവിച്ചത്. അപ്പോൾ അതിനെതിരെയുള്ള ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂർ ഈസ് നോട്ട് എ വൺ ടൈം അഫെയർ, ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. നമ്മുടെ പ്രധാനമന്ത്രി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, ഓപ്പറേഷൻ സിന്ദൂർ തുടരുകയാണ്. എന്നാൽ 4 ദിവസത്തിനുള്ളിൽ നിർത്തിവെച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഭാരതം ആ പോരാട്ടത്തിൽ തന്നെയാണ്. അങ്ങനെയെങ്കിൽ പാകിസ്ഥാൻ്റെ ആഭ്യന്തരമന്ത്രിയിൽ നിന്നും എങ്ങനെയാണ് കപ്പ് സ്വീകരിക്കാൻ കഴിയുക? അതിനൊരു യുക്തിയുണ്ട്. അതേസമയം കപ്പ് ഭാരതത്തിന് അർഹതപ്പെട്ടതാണ്. ഇവിടെ ഒരു പ്രപ്പോസൽ വന്നു യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ, അവിടെ വെച്ചാണല്ലോ, ദുബായിൽ വെച്ചാണ് ഫൈനൽ നടന്നത്. അവിടുത്തെ ക്രിക്കറ്റ് ബോർഡിൻ്റെ ഉപാധ്യക്ഷൻ വേദിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൽ നിന്നും നിഷ്പക്ഷനായ ആളിൽ നിന്നും സ്വീകരിക്കാം. പക്ഷെ അതിന് വിസമ്മതിച്ചുകൊണ്ട് ഇദ്ദേഹം മൊഹ്സിൻ നഖ്വി കപ്പുമായി മുങ്ങി. അപ്പം അങ്ങനെയാണ് ട്രോളുകളുടെ ഒരു വലിയ പെരുമഴക്കാലം. ഞാൻ ഒരു ട്രോള് വായിച്ചതെന്ന് വെച്ചാൽ, ലഡുവും ബേക്കറിയിൽ നിന്ന് ചില ലഡുവും കേക്കും ഒക്കെ ആയിട്ട് ആരെങ്കിലും അടിച്ചു മാറ്റിക്കൊണ്ട് പോകും എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ കപ്പുമായി മുങ്ങുന്നത് ആദ്യമായിട്ടാണ്. കപ്പുമായി മുങ്ങുന്നത് ആദ്യമായിട്ട് അല്ല, അത് നമ്മുടെ ഇന്ത്യൻ ക്യാപ്റ്റനും പറഞ്ഞിട്ടുണ്ട്, ആദ്യമായിട്ടാണ് കപ്പില്ലാണ്ട് വിജയിച്ചിട്ട് കപ്പില്ലാണ്ട് തിരിച്ചു വരേണ്ടെന്ന് ഒരവസ്ഥ ഉണ്ടാവും. മാത്രമല്ല, പാകിസ്ഥാൻ പലയാവർത്തി പറഞ്ഞല്ലോ, കപ്പ് ഞങ്ങൾ അടിക്കും. പക്ഷെ അടിക്കുമെന്ന് പറഞ്ഞപ്പോൾ അടിച്ചങ്ങോട്ട് മാറ്റും എന്നാരും അത്രയ്ക്ക് കൊണ്ട് അടിച്ചു മാറ്റുമെന്ന് കരുതിയില്ല. കപ്പ് ഇപ്പോൾ എവിടെയെന്ന് ദുരൂഹമാണ്. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിൻ്റെ തലവൻ്റെ ചേംബറിലാണോ, ഇതങ്ങ് പാകിസ്ഥാനിലെത്തിയോ, അതോ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ആസ്ഥാനത്ത് അതുണ്ടോ? എവിടെയോ കപ്പ് ദുരൂഹമായി മിസ്സിംഗ് ആണ്. എന്നാൽ ഇന്ത്യ ആഘോഷങ്ങൾക്കൊട്ടും മുടക്കം വരുത്തിയില്ല. ആഘോഷങ്ങൾ, പിന്നെ പ്രതീകാത്മകമായി കപ്പ് സ്വീകരിക്കുന്ന ചടങ്ങൊക്കെ എനാക്ട് ചെയ്തു. ഇന്ത്യ അതൊക്കെ ആഘോഷമാക്കി. പാകിസ്ഥാൻ താരങ്ങൾ കടന്നു വന്നു. 1 മണിക്കൂർ
അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ ഒരുതരം റാഗിംഗ് ആയിരുന്നു പാകിസ്ഥാൻ മന്ത്രിക്ക് ലഭിച്ചത്. ഒരുതരം റാഗിംഗ് ആണ്. നോക്കൂ, ഉന്നതമായ പീഠത്തിൽ കയറി നിൽക്കുകയാണ്. സമ്മാനദാനം നിർവഹിക്കുന്ന ആ ഉയർന്ന പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം ഏകനായി നിൽക്കുകയാണ്. 1-2 35 മിനിറ്റ്. ആ 35 മിനിറ്റിനുള്ളിൽ എന്തെല്ലാം കാര്യങ്ങളാവാം സംഭവിച്ചത്. ഇന്ത്യൻ ടീമിനെ അവിടെ കാണാനില്ല. അപ്പോൾ പാകിസ്ഥാൻ ഡ്രസ്സിംഗ് റൂമിലാണ്. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ ടീം കടന്നു വരുന്നു. എന്നിട്ട് ഓരോരുത്തരായി അവരവരുടെ മെഡലുകൾ വാങ്ങുന്നു. അല്ല, അത് ഇപ്പം സൂര്യകുമാറും ഈ പറഞ്ഞോണം ക്യാഷ് അവാർഡ് എന്തോ എറിഞ്ഞു കളഞ്ഞു. ക്യാഷ് അവാർഡ് എറിഞ്ഞു കളഞ്ഞതൊന്നുമല്ല. ക്യാഷ് അവാർഡ് സൂര്യകുമാറിന് കിട്ടിയ മാച്ച് ഫീ അദ്ദേഹം ഇന്ത്യൻ സൈനികർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അദ്ദേഹം കളിച്ച മത്സരങ്ങൾ, ഏഷ്യ കപ്പിൽ അദ്ദേഹം കളിച്ച എല്ലാ മത്സരങ്ങളുടെയും മാച്ച് ഫീ ഓപ്പറേഷൻ സിന്ദൂർ ഓർമ്മയ്ക്ക് വേണ്ടി ഇന്ത്യൻ സൽമാൻ ആകെയാണെന്നോ? സൽമാൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ പരാജയപ്പെട്ടവന്റെ വിളിച്ചാണ് ജനം വിട്ടത്. ഇതേ മറ്റൊരു ട്രോള് കണ്ടത്. യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ടീം എങ്ങനെ അവിടെ വന്ന് സമ്മാനം മേടിക്കും? ഇത്രയും ആർത്തിരമ്പുന്ന കാണികൾ, വലിയ നമ്പറാണ്. അതിൽ മഹാഭൂരിപക്ഷവും ഇന്ത്യൻ സപ്പോർട്ടേഴ്സാണ്. അപ്പോൾ ഇന്ത്യൻ ഡയസ്പോറ അവിടെ സജീവമാണ്. UAE-യിൽ അതീവ സജീവമാണ്. ഇന്ത്യയിൽ നിന്ന് പോയ ആളുകളുമുണ്ട്. പാകിസ്ഥാൻകാരേക്കാൾ കൂടുതൽ കാണികൾ ഇന്ത്യക്കാർ. അവിടെ എല്ലാം ബ്ലൂ ഓഷ്യൻ എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു സ്റ്റേഡിയത്തിൻ്റെ ആംബിയൻസ്. ക്രിക്കറ്റ് കളി ടെലിവിഷനിൽ കണ്ട ഒരാളെന്നുള്ള നിലയിൽ ഞാനതിൻ്റെ ആ ഒരു വൈബ് പിടിച്ചെടുത്ത ആളുമാണ്. അപ്പോൾ അവിടെ പാകിസ്ഥാൻ സങ്കോചമുണ്ടാവാം ഒരു പക്ഷേ വന്ന് വാങ്ങുന്നതിന് പല കാരണങ്ങളാവാം. എന്നിരുന്നാലും മറിച്ച് ചിന്തിക്കുന്നവരുമുണ്ട്. എന്തുകൊണ്ട് ഒരു മധുര പ്രതികാരം എന്ന നിലയിൽ തങ്ങളെ പല ആവർത്തി സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇന്ത്യൻ ടീമിനെയും ഇന്ത്യയും ഇകഴ്ത്തി പോസ്റ്റുകളിട്ട ഈ പാകിസ്ഥാൻ PCB ചെയർമാൻ, അദ്ദേഹത്തിന് കിട്ടുന്ന നല്ലൊരു അടിയല്ലേ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് തന്നെ കപ്പ് നമ്മൾ വാങ്ങേണ്ടതായിരുന്നു എന്ന മറ്റൊരു ചിന്തയുണ്ട്. അതുമാത്രമല്ല, അന്താരാഷ്ട്ര സമൂഹത്തിൽ പല തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടാകും. ഇന്ത്യക്കുള്ളിൽ ഇന്ത്യ ചെയ്തത് ശരി എന്ന അഭിപ്രായം ഉണ്ടാകുമെങ്കിലും ഇന്ത്യക്ക് പുറത്ത് നമ്മളത് ഗൗരിക്കേണ്ടതുണ്ടോ എന്നത് മറ്റൊരു കാര്യം. അഭിപ്രായങ്ങളുണ്ടാകാം. കാരണം ക്രിക്കറ്റ് ഇസ് എ ജെന്റിൽമാൻസ് ഗെയിം. അപ്പോൾ അവിടെ വേണമെങ്കിൽ പാകിസ്ഥാനുമായി കളിക്കാതിരിക്കാം, അല്ലെങ്കിൽ പാകിസ്ഥാനുമായി വരുന്ന കളികൾ ബഹിഷ്കരിക്കാം, അല്ല എങ്കിൽ ഏഷ്യ കപ്പിൽ നിന്ന് തന്നെ ഇന്ത്യക്ക് പിന്മാറാം. പക്ഷെ ഒരിക്കൽ കളിക്കാൻ തീരുമാനിച്ചാൽ ഹസ്തദാനം ചെയ്യാതിരിക്കുന്നതിന് പിന്നെ ന്യായമെന്ത്? അതുപോലെ ജയിച്ചു കഴിഞ്ഞാൽ കപ്പ് വാങ്ങാൻ ഇന്നാരിൽ നിന്ന് മാത്രമേ കപ്പ് വാങ്ങൂ എന്ന് നിഷ്കർഷിക്കുന്നത് എങ്ങനെ? ആഫ്റ്റർ ഓൾ PCB പ്രസിഡന്റ് മാത്രമല്ല മിസ്റ്റർ ഈ പറയുന്ന ആൾ. അദ്ദേഹം പാകിസ്ഥാൻ വംശജരാണ്, പാകിസ്ഥാൻ്റെ ആഭ്യന്തരമന്ത്രിയാണ്. അതോടൊപ്പം തന്നെ ഏഷ്യയുടെ മൊത്തം ക്രിക്കറ്റ് കൗൺസിലിന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് കൂടിയാണ്, ചെയർമാൻ കൂടിയാണ്. ഇതൊരു ഔപചാരികതയാണ്, ഫോർമാലിറ്റിയാണ്. അപ്പോൾ അതിലൊക്കെ രാഷ്ട്രീയം കടത്താമോ എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. അതുകൊണ്ട് ഈ അഭിപ്രായം വെർട്ടിക്കലി ഡിവൈഡഡ് ആണ്. പക്ഷെ അവിടെ ഒരു ചോദ്യം ഉയരുന്നുണ്ട്. കാരണം പഹൽഗാം നമുക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റത്തില്ല. അതിന് മുമ്പേ ഉണ്ടായിരുന്ന പലപ്പോഴുമുള്ള ആക്രമണങ്ങൾ, ഇതൊന്നും തീവ്രവാദ ആക്രമണങ്ങൾ നമുക്ക് മറക്കാൻ സാധിക്കുന്നതല്ല. ഇപ്പോഴും ഏത് തരത്തിൽ ഇന്ത്യയെ തീർക്കണമെന്ന് ആലോചിക്കുന്നവർക്ക് ഒരുപക്ഷെ യുദ്ധഭൂമിയിൽ മാത്രമല്ല, കളിക്കളത്തിൽ മാത്രമല്ല, വ്യക്തി ജീവിതത്തിൽ പോലും തിരിച്ചടിക്കാൻ ഓരോ ഇന്ത്യൻ പൗരനും തയ്യാറായി നിൽക്കുകയല്ലേ. എത്രയോ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ച കൊലയാളികൾ ഇപ്പോഴും എവിടെയോ മറഞ്ഞിരിപ്പുണ്ട്. ആ വികാരമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. കളിക്കളത്തിലും മാത്രമല്ല, ഈ കായിക രംഗത്തും പോരാട്ടവേദിയിലും എല്ലാം തന്നെ ദി സ്പിരിറ്റ് ഓഫ് ഓപ്പറേഷൻ സിന്ദൂർ ഡോമിനേറ്റ്സ് എന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഇതോടൊപ്പം ചേർത്ത് വായിക്കാവുന്നതാണ്. എ നേഷൻ വിച്ച് ഇസ് ഹേർട്ട്. ഇന്ത്യയെയാണ് ആക്രമിച്ചത് പാകിസ്ഥാൻ. ഇന്ത്യയുടെ നിരപരാധികളായ ജീവനുകളാണ് പൊലിഞ്ഞു വീണത് പഹൽഗാമിൽ. അങ്ങനെയെങ്കിൽ ഒരു കളിക്കളത്തിൽ പോലും പാകിസ്ഥാനുമായി ഒരു സന്ധിയും വേണ്ട എന്നൊരു തീരുമാനം. നമ്മൾ 80s 90s കാലഘട്ടം, ഒരു 2000 കാലഘട്ടത്തിലൊക്കെ ഞാനും ഇതുപോലെ വീറോടെ ഇരുന്ന് ഇന്ത്യ പാക് ക്രിക്കറ്റൊക്കെ കാണുമായിരുന്നു. അപ്പോൾ അന്ന് ഒരു പക്ഷേ ഇന്ത്യ പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള ഒരു മാച്ച് വരുമ്പം നമ്മളുടെയൊക്കെ ഇടയിൽ ഇതുപോലെ തന്നെയുള്ള തീവ്രത എപ്പോഴും വികാരം നിലനിന്നിരുന്നു. ഇപ്പം ഇന്നലെ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഫ്ലൈറ്റിൽ പോലും മാച്ച് കണ്ടിട്ട് അതിനകത്ത് ആഹ്ലാദ പ്രകടനം നടത്തുന്ന ഇന്ത്യൻ ജനതയെ കാണാൻ സാധിച്ചു. അപ്പം പണ്ടും ഈ ഒരു കാര്യം
കാര്യത്തിൽ ഇന്ത്യ പാക് ഒരു മത്സരം വരുമ്പോൾ ഇത്രയും വീറോടെ തന്നെ നമ്മളൊക്കെ കാണാറുണ്ട്. പക്ഷേ കളിക്കളത്തിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള ഹസ്തദാനം കൊടുക്കാതിരിക്കുമെന്നും നടന്നിട്ടില്ല. സ്വാഭാവികമായിട്ടുള്ള ഒരു കളി പോലെ രണ്ട് ടീമും കണ്ടെത്തിയിരുന്നു. പക്ഷേ ഇതിപ്പോൾ വല്ലാത്തൊരു വികാരം ഒരുപക്ഷെ ക്രിക്കറ്റ് ടീമിൽ, ഒരുപക്ഷെ സ്പോർട്സിലും ഉണ്ടാകണമെങ്കിൽ അത്രത്തോളം ഇന്ത്യൻ ജനതയുടെ വികാരം വ്രണപ്പെടുത്തിയത് കൊണ്ട് തന്നെയല്ലേ, അതൊരു തിരിച്ച് നല്ല മറുപടി ഏത് രീതിയിലും ഇന്ത്യ കൊടുക്കും എന്നുള്ളത് കൂടിയല്ലേ. സ്പോർട്സ്മാൻ സ്പിരിറ്റ്, അതങ്ങനെയാണല്ലോ പൊതുവെ പറയുക. ഒരു കാര്യങ്ങളെ സ്പോർട്ടീവായി എടുക്കുക, സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുക്കുക. മറ്റ് വിരോധങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് കായിക വേദിയിൽ അപ്രസക്തമാണ്. ഇപ്പം ഒളിമ്പിക്സിൻ്റെ പോലും ഈ പ്രധാനപ്പെട്ട പ്രതീകമെന്ന് പറയുന്നത് ഒലിവ് ബ്രാഞ്ചാണ്. ഈ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സ് എല്ലാം തമ്മിൽ യുദ്ധത്തിലായിരുന്ന സമയത്ത് പ്രാചീന ഒളിമ്പിക്സിൽ പോലും കിരീടമായി ഈ ഒലിവ് ലീവ്സ് വരുമ്പോൾ ഒലിവ് സമാധാനത്തിൻ്റെ പ്രതീകമാണ്. അപ്പോൾ രാഷ്ട്രാന്തര ബന്ധങ്ങളെ വിളക്കി ചേർക്കുന്ന, ഒരുമിപ്പിക്കുന്ന ഒരു അത്ഭുതകരമായ മരുന്നാണ് കായിക രംഗം. അത് ക്രിക്കറ്റ് പ്രത്യേകിച്ചും ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ ഗെയിം, ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് എ റിലിജിയൻ ആസ് ഫാർ ആസ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ആർ കൺസേൺഡ്. അതുകൊണ്ട് ഈ ഇതൊരു പക്ഷേ ഇന്ത്യ കൊടുക്കുന്ന ഒരു മറുപടി കൂടിയാണ്. ഇനി ഒരു തരത്തിലും നയതന്ത്ര ബന്ധം മാത്രമല്ല, ഇനി യാതൊരു തരത്തിലും പാകിസ്ഥാനുമായി ഒരു ബന്ധവും, ഈവൻ സ്പോർട്സിലൂടെ പോലും ഞങ്ങളൊരു ബന്ധം പാലിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു മറുപടി കൂടിയല്ലേ. ഇന്ത്യ മുൻകാലങ്ങളിൽ ട്രാക്ക് 2 ഡിപ്ലോമസി പ്രയോജനപ്പെടുത്തി എന്ന് കാണാം. ട്രാക്ക് 2 എന്നത് ഉദ്ദേശിക്കുന്നത് ഇൻഡസ്ട്രി ക്യാപ്റ്റൻസ്, അതായത് വലിയ MDs അല്ലെങ്കിൽ CEOs, പാകിസ്ഥാനിലെയും ഇന്ത്യയിലുമൊക്കെ വ്യവസായ പ്രമുഖന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യും. സിനിമാ താരങ്ങൾ, സാംസ്കാരിക നായകന്മാർ, എഴുത്തുകാർ എല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുകയും പരസ്പരം ബന്ധം പുലർത്തുകയും ചെയ്യും. സമാനമായി ഇന്ത്യൻ കളിക്കാർ പാകിസ്ഥാനിലും പാകിസ്ഥാൻ ക്രിക്കറ്റ് കളിക്കാർ ഇന്ത്യയിലും. ഇതിൻ്റെ പേരാണ് ക്രിക്കറ്റ് നയതന്ത്രം. ഏറ്റവും നല്ല അംബാസിഡേഴ്സാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങൾ. ഇമ്രാൻ ഖാൻ ഇന്ത്യയിൽ ആദരിക്കപ്പെടുന്ന ഒരു ക്രിക്കറ്റ് വ്യക്തിത്വമാണ്. ഇമ്രാൻ ദ പൊളിറ്റീഷ്യൻ, വി മേ ഹാവ് ഡിഫറൻസസ്. ഇമ്രാൻ പ്രധാനമന്ത്രിയായി ഇന്ത്യ വിരുദ്ധ പ്രസ്താവന നടത്തുമായിരുന്നു, വിയോജിപ്പുണ്ട്. പക്ഷേ ഒരു താരമെന്ന നിലയിൽ ഇമ്രാൻ ഖാനോ വാസിം അക്രമോ ജാവേദ് മിയാൻദാദോ മുൻകാലങ്ങളിലും, ഇപ്പോൾ തന്നെ പാകിസ്ഥാൻ്റെ പ്രിയപ്പെട്ട ഒരു സിനിമാ താരത്തിൻ്റെ ഭാര്യയാണ് ഇന്ത്യയുടെ പ്രിയപ്പെട്ട ടെന്നീസ് കളിക്കാരി സാനിയ മിർസ. അത് വിവാഹം ബുദ്ധിമുട്ടിലായി, അത് മറ്റൊരു കാര്യം. പക്ഷേ ഇവിടെ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബന്ധവും കായിക ബന്ധവും ഒക്കെ തന്നെ, മാത്രമല്ല ജാവലിൻ ത്രോയിൽ നമ്മൾ കണ്ടതാണ് ഈ നീരജ് ചോപ്രയും പാകിസ്ഥാൻ താരവും തമ്മിലുള്ള ആരോഗ്യപരമായ മത്സരം കണ്ടത്, രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധവും നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ ഒരു നിമിഷം കൊണ്ട് മായ്ച്ചു കളയാനാവുന്നതല്ല. അപ്പോൾ പീപ്പിൾ ടു പീപ്പിൾ കോൺടാക്ട് ഈസ് എൻഷുർഡ് ബൈ ദി സ്പോർട്ട് കോൺടാക്ട്. അത് പണ്ട് 90കളിലും 2000കളിലുമൊക്കെ വളരെ ഊഷ്മളമായി നടന്നിരുന്നു. ആദ്യകാലത്ത് പ്രത്യേകിച്ച് 90കൾ 2000കൾ എൻ്റെ വ്യക്തമായ ഓർമ്മയിലുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ കളിക്കളത്തിൽ ഇടപാടാ, നമുക്ക് ഇന്ത്യയും പാകിസ്ഥാനും കളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തമാശ മട്ടിൽ തന്നെ, ആ ഗൗരവത്തിലൊന്നുമല്ല, അവർ സ്നേഹപൂർവ്വം തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാൻ കളി എന്ന രീതിയിലാണ് ഞങ്ങളൊക്കെ ക്രിക്കറ്റ് കളിച്ച് വളർന്ന ബാല്യം ഓർത്തു പോവുകയാണ്. അന്നും ഈ റൈവലറി ഉണ്ട്. അൾട്ടിമേറ്റ് പാകിസ്ഥാനെ പരാജയപ്പെടുത്തുന്നിടത്ത് ഇന്ത്യക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ ഒരു ടീമിന് കിട്ടുന്ന ഒരു സന്തോഷം അതിപ്പോഴും അനുഭവിക്കുന്നുണ്ട് എന്നത് സത്യമാണ്. പക്ഷേ ഈ ലെവലിലേക്ക് പോകുമ്പോൾ ലോകം എങ്ങനെയാണ് അതിനെ കാണുന്നത്? ക്രിക്കറ്റ് എന്ന ഗെയിമിൻ്റെ ഭാവി എന്താണ്? ചോദ്യങ്ങളാണ്, വലിയ ചോദ്യങ്ങളാണ്. അതേസമയം വേണമെങ്കിൽ മറിച്ച് ചിന്തിക്കാം. ഇതിലിപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഒരു കള്ളക്കളി അവിടെ നടത്തിയിട്ടില്ല. സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ തന്നെ, അത് സ്പോർട്സിൽ തന്നെ അവർ നേരിടുകയാണ് ചെയ്തത്. അല്ലാതെ അവിടെ ഒരു കള്ളത്തരങ്ങളോ അല്ലെങ്കിൽ അവരോടുള്ള ശത്രുത വെച്ചുള്ള മനോഭാവമോ ഒന്നും തന്നെ ആ ഒരു ക്രിക്കറ്റ് മാച്ചിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഒരു പക്ഷേ ചില ആംഗ്യ ഭാഷകളിലൂടെ, അത് പാകിസ്ഥാനിൽ നിന്നുള്ള ആംഗ്യ ഭാഷകൾ ഒരു പക്ഷേ പ്രകോപിപ്പിക്കുന്ന തരത്തിലുണ്ടായിട്ടുണ്ട്. തിരിച്ച് ജയിച്ചപ്പോഴാണ് ഇന്ത്യൻ ടീം ഒരു പക്ഷേ തിരിച്ച് പ്രതികരിച്ചത്. കളിയിലുടനീളം നമുക്ക് കാണാൻ സാധിച്ചു. ആദ്യം ഇങ്ങോട്ടൊരു തുടക്കം ഇട്ടെങ്കിൽ പോലും നമുക്ക് 5 ഫ്ലൈറ്റ് ഇങ്ങനെ തകർന്നു എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ഒരു ആംഗ്യ ഭാഷ വന്നപ്പോൾ തിരിച്ച് വിക്കറ്റ്, എനിക്കൊന്ന് സഞ്ജു സാംസൺ ആണെന്ന് തോന്നുന്നു, വിക്കറ്റ് എടുത്തപ്പോൾ ഇത്തരത്തിൽ തിരിച്ചൊരു ആംഗ്യ ഭാഷ, സഞ്ജു സാംസൺ ആണോ ആരോ ആണെന്നോ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, തിരിച്ചൊരു ആംഗ്യ ഭാഷ. ബുംറ ഏതോ വിക്കറ്റ് വീണപ്പോൾ ഒരു പ്ലെയിൻ താഴെ ഇതാ പോകുന്നു, ഇങ്ങനെ കൈ കാണിച്ചാൽ അത് പ്ലെയിൻ താഴെ പോകുന്നു എന്ന് വ്യാഖ്യാനിക്കേണ്ട കാര്യമല്ല. ഇതൊക്കെ ഒരു സറ്റൈറിക്കായിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. അതൊക്കെ ഒരു കലാപരമായ മൂല്യം. ഏതെങ്കിലും ഒരു പാകിസ്ഥാൻ താരം അതിർത്തി ബൗണ്ടറി ലൈനിൽ ഫീൽഡ് ചെയ്യുന്നൊരു താരം കാണികൾ കൂക്കി വിളിച്ചപ്പോൾ അവരെ ഇങ്ങനെ കാണിച്ചു, ഒരു പ്ലെയിൻ ഇങ്ങനെ പോകുന്നതായിട്ട്, പിന്നെ പെട്ടെന്ന് വെടിയേറ്റ് വീഴുന്നതായിട്ടും ആംഗ്യം കാണിക്കുന്നു. ഇതൊക്കെ ഒരു സ്പോർട്ടീവായിട്ട് എടുക്കാം. അതിലേക്ക് വലിച്ചെടുക്കേണ്ട കാര്യമില്ല എന്ന് വാദിക്കാമെങ്കിലും
അതിന് മറുപടി പറയും. ഈ വിഡിത്തങ്ങൾക്കൊക്കെ മറുപടി പറയുമ്പോഴാണ് അത് കൂടുതൽ പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു പഹൽഗാം ആക്രമണം അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ചില പാക് താരങ്ങളുടെ ചില നിലപാടുകൾ നമ്മൾ കണ്ടതാണ്. അഫ്രീദി ഉൾപ്പെടെ ഉള്ളവരുടെ ചില നിലപാടുകൾ നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ അവിടെ കൊണ്ടല്ലേ ഒരുപക്ഷെ ഒരു ടീമിന്റെ അല്ലെ ഇരു ടീമുകളുടെയും ഒരു മാനസികമായിട്ടുള്ളൊരു വേർതിരിവ് ഉണ്ടാവാൻ കാരണം ഒരുപക്ഷെ രാഷ്ട്രീയം വേറെ അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വേറെ എന്നുള്ള രണ്ട് നിലപാടിലേക്ക് വന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ ടീമും അത്തരത്തിൽ തന്നെ ഒരുപക്ഷെ നിന്നേനെ. ഇവിടെ ഒരു നമ്മൾ പലപ്പോഴും മറക്കുന്ന ഒരു വസ്തുതയുണ്ട്. ഇന്ത്യൻ ടീമിന് ലഭിക്കുന്ന എക്സ്പോഷർ വളരെ വലുതാണ്. പ്രത്യേകിച്ച് IPL ആണ് ഇന്ത്യയുടെ താരങ്ങളെ സ്ഫുടം ചെയ്തെടുക്കുന്നത്. പ്രത്യേകിച്ച് T20 താരങ്ങൾ എന്ന് പറയുന്നത് IPL-ലൂടെ മാറ്റി തെളിയിച്ച് വരുന്നവരാണ്. IPL-ൽ കളിക്കാൻ പാകിസ്ഥാൻ കളിക്കാർക്ക് ഇപ്പോൾ കഴിയുന്നില്ല. അതുകൊണ്ട് പാകിസ്ഥാൻ കളിക്കാരുമായി അടുത്തിടപെടാൻ പലപ്പോഴും ഇന്ത്യൻ കളിക്കാർക്കോ മറ്റു രാജ്യങ്ങളിലെ കളിക്കാർക്കോ IPL-ലൂടെ കഴിയുന്നില്ല. എന്നാൽ പാകിസ്ഥാൻ്റെ ലീഗുണ്ട്, അവിടെ ഇന്ത്യൻ താരങ്ങൾ കളിക്കാറുമില്ല. അങ്ങനെ വരുമ്പോൾ നേരിട്ട് ഏറ്റുമുട്ടുന്ന വേദികൾ ഇതുപോലെയുള്ള ഏഷ്യ കപ്പോ ലോകകപ്പോ അങ്ങനെയുള്ള വേദികൾ മാത്രമാകുന്നു. അത് പൂർണ്ണമായി ബഹിഷ്കരിക്കാൻ രണ്ട് രാജ്യങ്ങളും ഉഭയകക്ഷി മത്സരങ്ങളില്ല. ഇപ്പോൾ ഇന്ത്യ പാക് ടെസ്റ്റ് മത്സരങ്ങളോ വൺ ഡേ മത്സരങ്ങളോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ കോമൺ മത്സരങ്ങൾ ഏഷ്യ കപ്പ്, വേൾഡ് കപ്പ് അല്ലെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫി ഇങ്ങനെയുള്ള കാര്യങ്ങൾ മത്സരിക്കാതിരിക്കാനാവില്ല. അതൊരു രാജ്യത്തിൻ്റെ അഭിലാഷം തന്നെയാണ് മത്സരിക്കുക. ഇവിടെ പുലർത്തേണ്ട ചില മാന്യതകൾ, രണ്ട് ടീമും പുലർത്തേണ്ട ചില മാന്യതകളുണ്ട്, സഭ്യത ഉണ്ട്. പക്ഷേ നിലപാടുകൾ വളരെ ഇവിടെ മാന്യത എന്നതിനേക്കാൾ കൂടുതൽ നിലപാടുകളുടെ ഒരു കൃത്യതയും കാർക്കശ്യവും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനവും കാണുന്നു. ഒരു ബന്ധവും വേണ്ട എന്നതാണ് നിലപാട്. എന്നാൽ ഇത് അവസാനിപ്പിക്കൂ, നിങ്ങൾ അതിർത്തി കടന്നുള്ള ഭീകരത അവസാനിപ്പിക്കൂ, ഞങ്ങൾ റെസിപ്രോക്കേറ്റ് ചെയ്യും. ഒരുപക്ഷെ ഭീകരത മാത്രമല്ല, കടന്നുള്ള ആക്രമണങ്ങൾ, ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള സിവിലിയൻസിന് നേരെയുള്ള ആക്രമണങ്ങൾ. ഒരുപക്ഷെ ഇന്ത്യ എപ്പോഴും മൗനമായിട്ട് ശാന്തതയുടെ ഒരു ഭാഗമാണ് ഇന്ത്യ എപ്പോഴും സ്വീകരിക്കുന്നത്. അവിടെ കടന്നുള്ള ആക്രമണം ഒരുപക്ഷെ നാം സഹിച്ചെന്ന് വരില്ല. അത് ഈ പറഞ്ഞതുപോലെ സ്പോർട്സ്മാൻ സ്പിരിറ്റിനപ്പുറം സ്പോർട്സിലൂടെയും തിരിച്ച് ഇന്ത്യ കാണിച്ചു എന്ന് തന്നെ വേണം. പക്ഷേ എന്ന് പറഞ്ഞാലും നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യൻ ടീം കുറച്ചൊന്ന് ഉണർത്ത് എഴുന്നേറ്റിട്ടുണ്ട്. കാരണം ഇടകാലങ്ങളിൽ എനിക്ക് നീണ്ട ഒരു 10 വർഷത്തോളം എനിക്ക് പറയാൻ പറ്റില്ല, എന്നാലും കുറച്ചൊന്ന് സൈലന്റ് ആയിരുന്നു. പല പരാജയങ്ങളും നേരിട്ട് വാങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഗാംഗുലി, ഇപ്പൊ സച്ചിൻ, അവരുടെ ഒരു കാലം കഴിഞ്ഞ് ഒന്ന് ഇത് സ്റ്റോപ്പ് ആയിടത്തു നിന്നാണ് ഇപ്പോൾ ഇന്ത്യൻ ടീം ഒന്ന് ഉണർന്നെഴുന്നേറ്റ്. അതൊരു പക്ഷേ പാക് ടീമിനെയും കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. ചില ധീര യോദ്ധാക്കളെയൊക്കെ എഴുന്നേൽപ്പിക്കാൻ ചില യുദ്ധങ്ങൾ സഹായിക്കുമെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ഒന്ന് ഉണർത്താൻ ഒരു പക്ഷേ പാക് ഹൈലി ചാർജ്ഡ് ആണ്. യഥാർത്ഥത്തിൽ ക്രിക്കറ്റ് ഒരു വികാരം കൂടിയാണല്ലോ. ക്രിക്കറ്റ് ഒരു കളിക്കളത്തിലെ ഒരു പോരാട്ടം എന്നതിനേക്കാൾ കൂടുതൽ ഒരു ദേശീയ വികാരമാണ്. തീർച്ചയായും നമ്മുടെ കളിക്കാർ രാജ്യത്തിൻ്റെ പൊതുവികാരം കളിക്കളത്തിലും പ്രകടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഈ ഓരോ തലമുറ മാറി വരുമ്പോഴും ക്രിക്കറ്റിനോടുള്ള ആവേശം ഒട്ടും കുറയുന്നില്ല. അത് ശുഭോദർക്കമായ ഒരു കാര്യമാണ്. കാരണം ലോകവേദികളിൽ ഏറ്റവും അധികം മാറ്റു തെളിയിക്കാൻ കായിക രംഗത്ത് കഴിയുന്ന ഫീൽഡ് ക്രിക്കറ്റാണ്. നമ്മൾ ഫുട്ബോളിൽ ഒരു വൻ ശക്തിയല്ല, ഒരു ഫുട്ബോളിംഗ് പവറല്ല, ഏഷ്യയിൽ പോലും ഒരു വലിയ ഫുട്ബോളിംഗ് പവറല്ല. പിന്നെ ഉള്ളത് ഹോക്കി ആയിരുന്നു പരമ്പരാഗതമായി നമുക്കുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കായിക ഇനം. അവിടെയും ഈ ലോക ടോപ്പ് ഒരു 3-4 ഇടങ്ങളിൽ നമുക്ക് സ്ഥാനമുണ്ടെന്ന് ക്ലെയിം ചെയ്യാമെന്നല്ലാതെ ക്രിക്കറ്റിലുള്ളൊരു തരം ഡോമിനൻസ് ഇപ്പോൾ ഒരു ഗെയിമിലും നടക്കുന്നില്ല. ഒരുപക്ഷെ കബഡിയിലുണ്ടാവാം. ചൈനക്കാരോ കബഡി കളിച്ച് തുടങ്ങുമ്പോൾ ഒരുപക്ഷെ അതും അവതാളത്തിലാവാം. പക്ഷേ ക്രിക്കറ്റ് അങ്ങനെയല്ല. പ്രൊഫഷണലൈസേഷൻ ഓഫ് ക്രിക്കറ്റ് IPL വന്നപ്പോൾ കംപ്ലീറ്റ് പ്രൊഫഷണലാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ക്രിക്കറ്റ് കുട്ടികളെ കണ്ടെത്തി അവരുടെ താലന്തുകൾ പോഷിപ്പിച്ച് അവരെ ഫ്രാഞ്ചൈസികളെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെയാണ് ഇപ്പം റയൽ മാഡ്രിഡും ബാഴ്സലോണയും ഒക്കെ അവരുടെ നഴ്സറീസിലൂടെ ഫുട്ബോൾ താരങ്ങളെ ലോകത്തെ ഏറ്റവും പ്രമുഖരെ വളർത്തിയെടുക്കുന്നത് പോലെ ഇന്ത്യയിലും ഇതുപോലുള്ള നഴ്സറികൾ ഉണ്ടാവുകയാണ്. ആ ഒരു സമ്പ്രദായം പാകിസ്ഥാനിൽ ആ രൂപത്തിലില്ല. അവിടെ ഒരു ഗല്ലി ക്രിക്കറ്റിൽ നിന്ന് നേരിട്ട് ദേശീയ ടീമിലേക്ക് വരുന്ന ഒരു പഴയ ഇന്ത്യയുടെ രീതികൾ ഇപ്പോഴും പാകിസ്ഥാൻ കുറേയൊക്കെ പിന്തുടരുന്നു. അവിടെ അതുമാത്രമല്ല, പണത്തിൻ്റെ കിലുക്കം, ബഹുഘാത വള്ളപ്പാടുകൾക്ക് മുമ്പിലാണ് BCCI. എന്നാൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് PCB വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പങ്കെടുക്കണോ വേണ്ട എന്നൊക്കെ തീരുമാനിക്കാൻ ഇന്ത്യക്കാകും. ICC പോലും നിയന്ത്രിക്കുന്ന രീതിയിൽ ഇന്ത്യൻ ക്രിക്കറ്റ് കൗൺസിൽ അല്ലെങ്കിൽ BCCI, ബോർഡ് ഓഫ് കൺട്രോൾ ഓഫ് ക്രിക്കറ്റ് ഇൻ ഇന്ത്യ വളർന്നു കഴിഞ്ഞു. പാകിസ്ഥാൻ അവിടെ നിൽക്കുന്നില്ല. അവിടെ കിട്ടിയ അവസരം
പാകിസ്ഥാൻ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ നിലവിൽ ചെയർമാൻ സ്ഥാനത്താണ്. അത് അവർ ഉപയോഗിച്ചു, ആഘോഷിച്ചു. അങ്ങനെ അങ്ങോട്ട് ആഘോഷിക്കേണ്ട, ഞങ്ങൾക്കും ചിലത് പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ മാറി നിന്നതുകൊണ്ട് മാറ്റി നഷ്ടപ്പെട്ടു എന്നൊന്നും പറയാനൊക്കില്ല. വിജയമാണ്. അതിശക്തമായ പോരാട്ടമാണ്, നല്ല കോരിത്തെരിപ്പിക്കുന്ന പോരാട്ടമായിരുന്നു കഴിഞ്ഞ ദിവസം ക്രിക്കറ്റ് ഫീൽഡിൽ നടന്നത്. പാകിസ്ഥാൻ ആദ്യം വലിയ ഞെട്ടലോടുകൂടിയാണ് പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ ഇന്ത്യയെ വിറപ്പിച്ചത്. ആദ്യത്തെ 5 ഇന്ത്യൻ ബാറ്റിങ്ങിൽ 3 വിക്കറ്റുകൾ 20 റൺസിന് കൊഴിഞ്ഞപ്പോൾ ആരും ഇത്ര ആധികാരികമായ ഒരു വിജയം പ്രതീക്ഷിച്ചില്ല. അതുമാത്രമല്ല 77-4 എന്ന നിലയിലും ഇന്ത്യൻ ടീം തകർന്നതാണ്. അതിനുശേഷം പിടിച്ചു കയറി 146 റൺസ് വിജയലക്ഷ്യം 5 വിക്കറ്റ് നഷ്ടത്തിൽ 19ാം ഓവറിൻ്റെ 3ാമത്തെ പന്തിൽ മറികടക്കുന്നു എന്ന് പറയുമ്പോൾ 5 വിക്കറ്റ് വിജയം അധികാരികം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഓൾറൗണ്ട് ഇന്ത്യൻ ടീമിൻ്റെ കെട്ടുറപ്പ്. ഓപ്പണേഴ്സ് പരാജയപ്പെട്ടെടുത്ത് മധ്യനിര ടേക്ക് ഓവർ ചെയ്തു. മുൻ മത്സരങ്ങളിൽ ഓപ്പണേഴ്സ് നൽകിയ വൻപൻ തുടക്കം അത് മധ്യനിര മുതലാക്കി. അപ്പോൾ എങ്ങനെ നോക്കുമ്പോഴും ബാറ്റ്സ്മെൻ ആൻഡ് ബൗളേഴ്സ് ഒരുപോലെ പെർഫോം ചെയ്ത ഒന്നാന്തരം ബാലൻസ്. അതുകൊണ്ട് ലോകവേദികളിൽ അത് ടെസ്റ്റ് ക്രിക്കറ്റ് ആകട്ടെ, വൺ ഡേ ഇൻ്റർനാഷണൽസ് ആയിക്കൊള്ളട്ടെ, 2020 ആയിക്കൊള്ളട്ടെ, ഇന്ത്യ വൻ ശക്തി തന്നെയാണ്. പാകിസ്ഥാൻ ഇപ്പോൾ നിലവിൽ അതിനടുത്തെങ്ങും എത്തുന്നില്ല എന്ന സൂചനയുണ്ട്. പണ്ട് നോക്കൂ, ശീതയുദ്ധകാലത്ത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ മാറ്റുറച്ചതെല്ലാം ഒളിമ്പിക്സിലാണ്. അവർ സ്പേസിൽ മത്സരിച്ചു. ആരാണ് ആദ്യം ബഹിരാകാശത്ത് നടക്കുക? അത് സോവിയറ്റ് യൂണിയൻ നടന്നു. എന്നാൽ ആദ്യം ചന്ദ്രനിൽ കാലുകുത്തുക, അത് അമേരിക്ക ആദ്യം ചന്ദ്രനിൽ കാലുകുത്തി. അങ്ങനെ ബഹിരാകാശം ശീതയുദ്ധ പോരാട്ടത്തിന് വേദിയായി. അതേപോലെ തന്നെ ഒളിമ്പിക്സ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചില ഒളിമ്പിക്സുകൾ ബഹിഷ്കരിച്ചു എങ്കിൽ പോലും റഷ്യയും അമേരിക്കയും പോരാടിയത് മെഡലുകൾക്ക് വേണ്ടിയാണ്. ശക്തമായ പോരാട്ടം. സമാനമായ രീതിയിൽ ഇപ്പോൾ ഇതാ ഇന്ത്യയും പാകിസ്ഥാനും കായിക രംഗത്ത്, പ്രത്യേകിച്ച് ക്രിക്കറ്റ് രംഗത്ത് പോരാടുന്നു. തീർച്ചയായിട്ടും സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്നുള്ളൊരു കാര്യം നമ്മളെപ്പോഴും പറയാറുണ്ട്. ആ ഒരു സ്പിരിറ്റോട് കൂടി നേടിയ മിന്നും വിജയം തന്നെയാണ് ഇന്ത്യൻ ടീമിനുള്ളത്. ഒരുപക്ഷെ ഇനിയും അത്തരത്തിലുള്ള വിജയങ്ങൾ നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കട്ടെ. ഒപ്പം ഈ കളിക്കളത്തിലും കൂടെ യുദ്ധം കൊണ്ടുവന്ന, അല്ലെങ്കിൽ കളിക്കളത്തിലും ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ടുവന്ന ഇന്ത്യൻ ടീമിനും നമുക്കൊരു സല്യൂട്ട് കൊടുക്കാം.